ക്രിസ്മസ് ഈസ് ജസ്റ്റ് റൗണ്ട് ദ കോർണർ അല്ലേ? എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻസിലാവും. ഞാനും അതുപോലെ കുറേ ക്രിസ്മസ് ഇവൻറ്റ്സിന് ഞാൻ പോയിരുന്നു. ഒരു മൂന്നെണ്ണത്തിനെങ്കിലും പോയിരുന്നു. സോ അതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കണ്ടാലോ? വെൽക്കം ടു സിംസ് ബക്കറ്റ് ലിസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്രിസ്മസ് കേക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഒരു കേക്ക് മിക്സിംഗ് സെറമണിയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അത് നടന്നത് എറണാകുളത്തുള്ള ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കണ്ടു കളയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ ബോൾഗാട്ടിയിലുള്ള ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ചാണ് ഈ കേക്ക് മിക്സിംഗ് സെറമണി നടക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, നിറയെ ഈ കറുത്ത കളറിൽ കാണുന്ന മുഴുവൻ ബ്ലാക്ക് റേസിൻസ് ആണ്. അതേപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്, റമ്മുണ്ട്, വൈനുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പ്ലം കേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള മിക്സിംഗ് സെറിമണിയാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിത് ആക്ച്വലി പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് മിക്സിംഗ് സെറിമണിയിൽ വരുന്നത്. സോ ഐ എം വെരി എക്സൈറ്റഡ്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതൊക്കെ മിക്സ് ചെയ്യാൻ. This is a very special occasion because we all put our hands together to something that's going to come out at some point in November, December, and that is going to be especially for the season. So it's very good and nice that we have all of you here, and please do modeling and do your best. How best can be mixed. So please have a great. Mr. Rajesh, starting at first and everyone. There we go. ഇന്നത്തെ ഈ കേക്ക് മിക്സിംഗ് ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സെലിബ്രിറ്റി ആയിട്ടുള്ള അജ്മലും എത്തിയിരുന്നു. ഏതായാലും ഇതിന് ശേഷം അവർ നല്ല 3 കോഴ്സ് ഡിന്നറാണ് സെർവ് ചെയ്തത്. ഇറ്റ് വാസ് റിയലി ഗുഡ് ഫുഡ്. അതോടൊപ്പം തന്നെ ഒരുപാട് പേസ്ട്രീസും കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇവൻറ്റ് കഴിഞ്ഞ് പോരാൻ നേരം നമുക്കെല്ലാവർക്കും ഒരു പ്ലം കേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തരികയും ചെയ്തു. ഏതായാലും ഇത്ര എൻജോയ് ചെയ്ത സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ? ആ ഇവൻ്റ് ഒന്ന് മെമ്മറബിൾ ആക്കണമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും എടുത്തു. അജ്മലിൻ്റെ ഒപ്പം കിട്ടി കുറച്ച് ക്ലിക്സ്. അടുത്ത ഇവൻറ്റ് കാക്കനാട് കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ കൊച്ചി ബേസ് നടത്തുന്ന ക്രിസ്മസ് കാർണിവലായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റിന് പങ്കെടുക്കുന്നത്. അവിടെ സാന്റ ഉണ്ടായിരുന്നു. സാന്റയുടെ കൂടെ കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ അതേപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. മ്യൂസിക് ഉണ്ടായിരുന്നു, ഷോപ്പിംഗ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു, എക്സിബിഷൻ സ്റ്റാൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ സ്നോ ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ആർട്ടിഫിഷ്യൽ ഞങ്ങളതിലും എൻജോയ് ചെയ്യാനായിട്ട് ഒട്ടും പുറകോട്ടായിരുന്നില്ല. ഓൾ ടുഗെദർ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഈവനിങ് സ്പെൻഡ് വിത്ത് മൈ കസിൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡേ ഞങ്ങൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു. ഞാൻ നിൽക്കുന്നത് ഗ്ലോബൽ എഡിഷൻ ക്രിസ്മസ് വില്ലേജിലാണ്. നമുക്കൊന്നും കണ്ടു കളയാം അല്ലേ? പനമ്പള്ളിയാറിലാണ് ഇത് നടക്കുന്നത്.
അടുത്ത ഇവൻറ്റ് ഞാൻ അറ്റൻഡ് ചെയ്തത് പനമ്പള്ളി നഗറിൽ വെച്ച് നടന്ന ഫെജീസ് ക്രിസ്മസ് വില്ലേജിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി വർത്ത് സീയിങ്. കൊച്ചിയിൽ ഇത്രയധികം ക്രിസ്മസ് ഇവൻറ്റ്സും അതേപോലെ തന്നെ ക്രിസ്മസ് ഷോപ്സും ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഈ വർഷമാണ് ഒരു പക്ഷേ ഏറ്റവും അധികം ഞാൻ കണ്ടത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫെജീസ് ക്രിസ്മസ് വില്ലേജിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയതും അതേപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഫിഗറീൻസും ക്രിസ്മസ് റീറ്റ്സ് അതേപോലെ ക്രിസ്മസ് ക്രോക്കറി, അങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ആ യൂറോപ്യൻ ടച്ചിലായിരുന്നു ഇവരിത് മുഴുവൻ ഡിസ്പ്ലേ ചെയ്തിരുന്നതും. എല്ലാ ഐറ്റംസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവരവിടെ കൊണ്ടുവന്നിരുന്നത്. ലുക്ക് അറ്റ് ദോസ് ജിഞ്ചർ ഹൗസസ്. എന്ത് ക്വാളിറ്റിയും എന്ത് പെർഫെക്ഷനും ആണെന്ന് നോക്കിയേ. അതേപോലെ തന്നെ സോ ക്യൂട്ടായിട്ടല്ലേ ഈ ഓരോ ഫിഗറീൻസും ഓരോ ക്രോക്കറിയും റീറ്റ്സും ഒക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. ക്രിസ്മസ് ട്രീസ് എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്നോ കവേർഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു. അതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ മാർക്കറ്റും അവർ സെറ്റ് ചെയ്തിരുന്നു. നല്ല ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും ഒറിജിനൽ പോലും തോറ്റു പോകും കേട്ടോ, അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു. കണ്ടിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഈ ക്രിസ്മസ് വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഐറ്റംസും വീണ്ടും നോക്കിക്കൊണ്ടേയിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മളും കൊച്ചുകുട്ടികളാവുന്നത് പോലെ ആ ഫീലിംഗ് ഉണ്ടായത് ഞങ്ങൾക്ക്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രിസ്മസ് ഹെയർ ബാൻഡ്സും ക്രിസ്മസ് ഗ്ലാസ്സസും ഒക്കെ വെച്ച് നോക്കി. ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ആൻഡ് ദ റെയിൻഡിയേഴ്സ് ലുക്ക്ഡ് സോ ബ്യൂട്ടിഫുൾ. ആസ് വെൽ ആസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാൻഡിൽസ് ആയിരുന്നു. ഗ്രീൻ,
റെഡ് ആൻഡ് വൈറ്റ് കളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു. I loved the Santa shaped candles. അതേപോലെ തന്നെ ബെൽ ഷേപ്ഡ് ക്യാൻഡിൽസും ഭയങ്കര പ്രിറ്റി ആയിരുന്നു കാണാനായിട്ട്. ക്രിസ്മസിൻ്റെ ഓർമ്മ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് കുട്ടിക്കാലത്തിടുന്ന പല കളറിലുള്ള നക്ഷത്രങ്ങളായിരുന്നു. പക്ഷേ ഫെജീസ് ക്രിസ്മസ് വില്ലേജിൽ ചെന്നപ്പോൾ വേറൊരു വേൾഡായിരുന്നു. അതുകൊണ്ട് അവിടെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഒന്ന് എന്താ പറയുക റീക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ഗൈസ്. Always loved Christmas since my childhood and we had a good time, right? We did shop around a bit. യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു ഫീൽ യു ഗെറ്റ് ദാറ്റ് ഹിയർ. ഇനി അടുത്ത പരിപാടി എന്താ? ഫോട്ടോ എടുക്കൽ തന്നെ. അങ്ങനെ കുറച്ച് ക്ലിക്സ് ഒക്കെ എടുത്ത് അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. എന്നാൽ പിന്നെ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോയാലോ? ഒരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടു കളയാം. എന്തേ? ഇപ്പം ഞാനുള്ളത് ബ്രോഡ്വേയിലുള്ള മേത്തർ ബസാറിലാണ്. അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് മാർക്കറ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് ക്രിസ്മസ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. So it's time to wind up this Christmas special episode guys, and I hope you all liked it. എല്ലാപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ എല്ലാവർക്കും I wish a very happy Christmas in advance.